ഭാരതത്തിന്റെ ധീരജവാന്മാർക്ക് നാടിന്റെ ശ്രദ്ധാഞ്ജലി. കാർഗിൽ യുദ്ധസ്മരണയിൽ വീരമൃത്യു വരിച്ച ക്യാപ്റ്റൻ ജെറി പ്രേംരാജിന്റെയും ഗണ്ണർ ഷിജുകുമാറിന്റെയും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു. പിറന്ന മണ്ണിനായി ജീവൻ ത്യജിച്ച ധീരയോദ്ധാക്കൾക്ക് പതിവ് തെറ്റിക്കാതെ ഇക്കൊല്ലവും ശ്രദ്ധാഞ്ജലി അർപ്പിക്കാൻ ദേശസ്നേഹികളായവർ എത്തി. കാർഗിൽ യുദ്ധസ്മരണയിൽ തിരുവനന്തപുരത്തെ വെങ്ങാനൂരിലെ ക്യാപ്റ്റൻ ജെറി പ്രേംരാജിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും പുഷ്പചക്രവും അർപ്പിച്ചു. വരും തലമുറയ്ക്കും പ്രചോദനമാണ് ഈ ധീരയോദ്ധാവെന്ന് അനന്തപുരി സോൾജിയേഴ്സ് അനുസ്മരിച്ചു. 2-3 പ്രാവശ്യം തന്നെ കേരള ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചിട്ടുള്ളതാണ്. പാഠാവലികളിൽ ഈ മുൻകാലങ്ങളിൽ നടന്ന യുദ്ധങ്ങളെ കുറിച്ചുള്ള ഒരു ചാപ്റ്ററെങ്കിലും വേണം. കാരണം പുതുതലമുറയ്ക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. കുറച്ച് NCCയിൽ പഠിക്കുന്നതോ അല്ലെങ്കിൽ പോലീസ് കേഡറ്റുകളായിട്ടുള്ള സ്കൂളുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ കാർഗിൽ വിജയ ദിവസം ആയാലും അതിനു മുമ്പ് നടന്നിട്ടുള്ള അനവധി യുദ്ധങ്ങളായാലും അറിയാം. അപ്പോൾ അത് ഒരു പാഠാവലിയിൽ ഉൾപ്പെടുത്തണമെന്ന് നമ്മൾ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് ഗവൺമെന്റിനോട്. ധീരജവാന്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരവർപ്പിക്കുന്നതായി അഖില ഭാരതീയ പൂർവിക് സൈനിക് പരിഷത്ത് വ്യക്തമാക്കി. ഇന്ന് കാർഗിൽ ഡേ സെലിബ്രേറ്റ് ചെയ്യാണ്. അതുകൊണ്ട് നമ്മുടെ ജെറി പ്രേംരാജ് VRC അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിക്കാനായി അഖില ഭാരതീയ പൂർവ്വ സൈനിക് സേവാ പരിഷത്തിന്റെ തിരുവനന്തപുരം യൂണിറ്റ് ഞങ്ങൾ ശ്രദ്ധാഞ്ജലി അർപ്പിക്കാനായി വന്നിരിക്കുകയാണ്. വീരയോദ്ധാവായ ഗണ്ണർ ഷിബുകുമാറിന്റെ സ്മൃതി മണ്ഡപത്തിലും പുഷ്പാർച്ചന നടന്നു. 27ാം കാർഗിൽ യുദ്ധവിജയത്തിന്റെ സ്മരണയിൽ നാടെങ്ങും വീരയോദ്ധാക്കളെ അനുസ്മരിക്കുമ്പോൾ രാജ്യസ്നേഹികളായ ഓരോ ഭാരതീയന്റെ ഉള്ളിലും യോദ്ധാക്കൾ വീണ്ടും പുനർജനിക്കുകയാണ്. ജനം, തിരുവനന്തപുരം.